ഹലോ ഗൈസ്, ഇന്നലെ അടിച്ച ഫ്ലക്സിന്റെ പരിപാടി നേരെ തന്നെ തുടങ്ങുമ്പോഴേക്ക് രണ്ടെണ്ണം അടിച്ചു വെച്ചിട്ടുള്ളത് അടിക്കുന്നേ പേപ്പർ അടിക്കുന്ന സ്പീഡ് ഉണ്ടോ? ഇന്ന് കോലാരിയിൽ 6ാമത്തെ ദിവസമാണ്. ഇന്നത്തെ പരിപാടി ചാക്യാർ കൂത്തുവാണ്. ഇതുപോലെ ദീപാരാധനന്റെ ചെണ്ടകൂട്ടാൻ എല്ലാവരും കാത്ത് ഷാർപ്പ് 6:30 നടയടക്കും. അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അന്ന് പിള്ളേർ 2 ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുത്തിട്ട് നേരെ ഫ്ലക്സ് അടിക്കുന്നിടത്തേക്ക് ഇതിനോടുള്ള ആത്മാർത്ഥത. എല്ലാവരും ഓരോ സൈഡിൽ ഓരോ പണിയിലാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയ പുതിയ പണിക്കാരനാണ്. കാരണം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ ഫ്ലക്സ് കയറ്റാൻ തുടങ്ങി. കാണുന്ന പോലെ ചില്ലറ പണിയൊന്നും അല്ല, കൊടുക്കാൻ തന്നെ വേണം 2-3 ആൾക്കാർ, അതും 2 സൈഡിൽ. അപ്പോഴത്തേക്കാണ് മഴയും അറിയുന്ന ആളൊന്നും കമന്റ് ചെയ്യട്ടോ. മഴ പെയ്തുകൊണ്ട് തന്നെ ഷോപ്പ് കയറിയിട്ട് വേറൊരു സാധനം അടിക്കാൻ തുടങ്ങി. കുറച്ച് വെറൈറ്റീസ് ലാസ്റ്റ് ഷോട്ട് കാണാൻ. അങ്ങനെ അടിച്ച സാധനം എടുത്തിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് ചെറിയ ഫ്ലക്സ് എടുക്കാനാ 2 നേരെ ക്ഷേത്രത്തിലെത്തുമ്പോഴേക്ക് ചാക്യാർ കൂത്തങ്ങ് തുടങ്ങി. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ അതെല്ലാം കഴിച്ച് ഫുഡ് കഴിക്കാൻ എടുത്തിട്ടാണ്. ഇന്ന് സാമ്പാറും ചോറും അല്ല, പച്ചക്കറി ബിരിയാണി. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാറ്റി വെച്ചു. അതും കഴിച്ചിട്ട് നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വന്നതൊന്നുമല്ല, ചാക്യാർ കൂത്ത് കഴിഞ്ഞ ആൾക്കാർ ഒന്ന് ഇറക്കാൻ വന്നതാണ്. അങ്ങനെ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഓരോ ലൈൻ ടീം കൂടി അടിച്ചിന്. ഇതാണ് നമ്മൾ ലാസ്റ്റ് അടിച്ച സാധനം. അത് തൂക്കാനുള്ള റിബൺ അടിക്കലാണ്. നിങ്ങളെ കാര്യം ചമയിച്ച് തീരുന്നില്ല. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ആൾ ഓരോ ഐഡി കൊണ്ടുപോയി എന്ത് ചെയ്യാൻ. ഇപ്പൊ നാളെ വേറെ എന്തോ കൊണ്ടുപോയി. ഇവരക്കണ്ട മുട്ടിയെടുത്ത് നടക്കാൻ പണി എടുക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ ലാസ്റ്റത്തെ ഫ്ലക്സും കൂടി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ സാധനം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. അവലാരി വരുന്ന ആൾക്കാരെങ്കിൽ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം നല്ല വൃത്തിക്കെടുത്ത് കെട്ടി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടില്ലേ. അപ്പൊ ബൈ, നാളെ കാണാം.